ഞാൻ ഡോക്ടർ ജോസഫ് ബെനവൻ, മെഡിക്കൽ ഡയറക്ടർ, ലൂർദ് ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്. ഇന്ന് ക്യാൻസറിനെ പറ്റി ഉള്ള അവബോധം പൊതുജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ലൂർദ് ഹോസ്പിറ്റലിലെ പല കൺസൾട്ടൻസും അവരവരുടെ സ്പെഷ്യാലിറ്റീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ പൊതുജനങ്ങളിൽ ഒരു ഭീകരത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യാൻസറിനെ പറ്റി വളരെയധികം മിത്സ് നമ്മുടെ ഇടയിൽ ഉണ്ട്. ക്യാൻസർ വന്നാൽ ഒരു രോഗിയുടെ അവസാനമാണ്, മരിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ പൊതുജനം എപ്പോഴും സങ്കല്പിക്കുകയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ക്യാൻസർ ഒരു മാറാരോഗമല്ല. ക്യാൻസർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് തന്നെ ക്യാൻസർ പ്രിവെൻറ്റബിൾ ആണ്. അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചേഞ്ച് ചെയ്താൽ തന്നെ വളരെയധികം നമുക്ക് ക്യാൻസറിനെ അതിജീവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ടൊബാക്കോ സ്മോക്കിംഗ്, നമ്മൾ പുകവലി നിർത്തുക, മോഡറേറ്റ് കൺസംഷൻ ഓഫ് ആൽക്കഹോൾ, നമ്മൾ വ്യായാമം ചെയ്യുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് സ്ക്രീനിങ് ആണ്. ഇന്ന് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ഈ സ്ക്രീനിങ്ങുകളിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ ക്യാൻസറുകളും ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഈ സ്ക്രീനിങ് ക്യാമ്പ്സിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിച്ച് അതിന് വേണ്ട പ്രതിരോധ നടപടികൾ എടുക്കാൻ പറ്റും. യൂണിയൻ ഓഫ് ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് മുതൽ ആഗോളതലത്തിൽ ഈ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പൊതുജനങ്ങൾ, NGOs ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പൊതുജനങ്ങളിലേക്ക് ചെന്ന് ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യ ലക്ഷ്യം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻസർ എന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ മാറാരോഗത്തെ നമുക്ക് അതിജീവിക്കുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരും കൈകോർത്ത് ഒന്നിച്ച് ഈ പരിശ്രമത്തിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. താങ്ക് യു. നമസ്കാരം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ ക്യാൻസറിനെ കുറിച്ച് 2 വാക്ക്. മുതിർന്നവരെ അപേക്ഷിച്ച് വളരെ അപൂർവമായി മാത്രമാണ് കുഞ്ഞുങ്ങളിൽ ക്യാൻസർ കണ്ടു തുടങ്ങുന്നത്. പക്ഷേ തീരെ വിരളമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസറാണ്. അത് മജ്ജയിൽ നിന്ന് വരുന്ന ലുക്കീമിയ പോലുള്ള അസുഖങ്ങളാവാം, കഴലകളിൽ നിന്ന് വരുന്ന ലിംഫോമ പോലുള്ള അസുഖങ്ങളാവാം. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ അസുഖം വരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ തടയാം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു സംശയം. അതിൻ്റെ പൂർണ്ണമായ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മുടെ ജനിതക ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാനമായും കാരണമായിട്ട് പറയുന്നത്. അത് അച്ഛനമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ലഭിക്കുന്ന ജനിതകമായ മാറ്റങ്ങളാവണമെന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ, അത് കുഞ്ഞ് ഗർഭാവസ്ഥയിലുള്ള സമയത്തോ അല്ലെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വരുന്ന ജനിതക ഘടനയിലെ മാറ്റങ്ങളാവാം. അതിന് കാരണമായേക്കാവുന്ന റേഡിയേഷനോ, സ്മോക്കിംഗ്, കെമിക്കൽസിൻ്റെ യൂസ്, കീടനാശിനികളുടെ ഉപയോഗം, ഇതെല്ലാം കാരണമായേക്കാം. ചില വൈറൽ ഇൻഫെക്ഷൻസ്, HIV, EBV പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ക്യാൻസറിന് കാരണമാകുമെന്ന്, ഭാവിയിൽ ക്യാൻസർ ആയേക്കാമെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ജനിതകമായ അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം, ന്യൂറോഫൈബ്രോമ പോലുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡൗൺ സിൻഡ്രോമുള്ള എല്ലാ കുട്ടികൾക്കും ക്യാൻസർ വരുമെന്നല്ല, അവർക്ക് ബാക്കി കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്യാൻസറിൻ്റെ അനുപാതം കുറച്ച് കൂടുതലാണ് അവർക്ക് എന്ന് മാത്രം. എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ? വിട്ടുമാറാത്ത പനി, അത് ഇൻഫെക്ഷൻ്റെ കാരണങ്ങളൊന്നും കാണാതെ ഒരു അകാരണമായ ഒരു പനി, കുറേ മരുന്നുകൾ കൊടുത്തിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടും മാറാത്ത പനി, വിട്ടുമാറാത്ത ക്ഷീണം. പൊതുവേ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട് തീരെ എണീക്കുന്നില്ല, കളിക്കുന്നില്ല, ഒരേ കിടത്തമാണ്, വിട്ടുമാറാത്തൊരു വിളർച്ച,
ശരീരവേദന, സന്ധിവേദന, പിന്നെ തൊലിപ്പുറത്തുള്ള രക്തസ്രാവം, ചെറിയ ചുവന്ന പാടുകൾ, നീലിച്ച തടിച്ച പാടുകൾ, ഇതൊക്കെയാണ് പൊതുവേ ഒരു രക്താർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ. ലിംഫോമയാണെങ്കിൽ കഴലവീക്കം, വേദനരഹിതമായ കഴലവീക്കങ്ങളാണ് ലിംഫോമയുടെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിച്ച് സംശയം നിവാരണം നടത്തേണ്ടതാണ്. പ്രാഥമിക ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഈ പ്രാഥമിക ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ നമുക്ക് ഈ ലുക്കീമിയൊക്കെ ആണെങ്കിൽ ചെറിയ സൂചനകളൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ അസുഖം കൺഫേം ചെയ്യണമെങ്കിൽ, ഈ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമൽ ആണ് അല്ലെങ്കിൽ അതിൽ അബ്നോമാലിറ്റി ഉണ്ട്, അസുഖം കൺഫേം ചെയ്യണമെങ്കിൽ ലുക്കീമിയെ സംബന്ധിച്ചിടത്തോളം മജ്ജ ടെസ്റ്റ് ചെയ്യുക. മജ്ജ പരിശോധനയാണ്, മജ്ജയുടെ ബയോപ്സിയോ അല്ലെങ്കിൽ മജ്ജയിൽ നിന്ന് രക്തം എടുത്തിട്ടുള്ള പരിശോധനയാണ് അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ലിംഫോമയാണെങ്കിൽ നമുക്ക് കഴലുകളുടെ ബയോപ്സി, അതാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഈ ലിംഫോമ അസുഖത്തിൽ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും. കഴലയുടെ ബയോപ്സിയിൽ മാത്രമേ നമുക്ക് ഈ അസുഖം പൂർണ്ണമായി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സംശയം ഒരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആസ് എ പാരൻറ്റ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഉടനെ അടുത്ത ഡോക്ടറുടെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു അസുഖം ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു അസുഖമേ അല്ല. ലുക്കീമിയ പ്രധാനമായും 2 തരമാണുള്ളത്: ലിംഫോയിഡ് ലുക്കീമിയ, മൈലോയിഡ് ലുക്കീമിയ. പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് കീമോതെറാപ്പി തന്നെയാണ്. ലിംഫോയിഡ് ലുക്കീമിയ ആണെങ്കിൽ നമുക്കൊരു 80 മുതൽ 90% വരെ പൂർണ്ണമായി തന്നെ ഭേദമാക്കാവുന്ന അസുഖമാണ്, എത്രയും പെട്ടെന്ന് ശരിയായ രീതിയിലുള്ള കീമോതെറാപ്പി ചികിത്സ ലഭ്യമാക്കിയാൽ. ഒരു ദിവസം വൈകുമ്പോഴേക്കും ഈ ഒരു ശ്വേതരക്താണുക്കൾ നമ്മുടെ ബ്ലഡിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. മൈലോയിഡ് ലുക്കീമിയ ആണെങ്കിലും കീമോതെറാപ്പി തന്നെയാണ്, പക്ഷേ ചില കേസസിൽ അതിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. ഈ ലിംഫോയിഡ് ലുക്കീമിയയുടെ അത്രയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് മൈലോയിഡിൽ കാണാറില്ല, എന്നാലും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന മൈലോയിഡ് ലുക്കീമിയകളും ഉണ്ട്. ലിംഫോമയാണെങ്കിലും ചികിത്സ കീമോതെറാപ്പി തന്നെയാണ്. അപ്പോൾ കീമോതെറാപ്പിയിലൂടെ ഒരു നോർമൽ ലൈഫ് തന്നെ സാധ്യമായ ഒരുപാട് കുട്ടികളുണ്ട്. ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഒരു സാധാരണ കുട്ടികളെ പോലെ തന്നെ നോർമലായിട്ടൊരു ജീവിതം, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവർ ഒരു ആഫ്റ്റർ ലൈഫ് തന്നെ ഒരു നോർമൽസിയിലേക്ക് വന്നിട്ടുള്ളതാണ് ഈ കീമോതെറാപ്പിയിലൂടെ. അപ്പോൾ ഈ ഒരു ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം ഷെയർ ചെയ്യുക. അങ്ങനെ ഈ ഒരു ക്യാൻസർ ദിനാചരണത്തിൽ നിങ്ങളും പങ്കാളികളാകുക. നന്ദി. നമസ്കാരം, ഞാൻ ഡോക്ടർ തേജസ്വിനി, ലൂർദ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ക്യാൻസർ ദിനവുമായി അനുബന്ധിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന അർബുദമുഴകൾ അഥവാ സോളിഡ് ട്യൂമേഴ്സിനെ കുറിച്ചാണ്. സാധാരണ രീതിയിൽ കുട്ടികളിൽ ക്യാൻസർ കണ്ടുവരുന്നത് വളരെ അപൂർവമാണ്. അത് ലോകമെമ്പാടുമുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ 5% താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ക്യാൻസർ കാണാറുള്ളൂ. അതും കൂടുതലായിട്ട് ക്യാൻസർ കുട്ടികളിൽ കാണുന്നത് രക്താർബുദമാണ്. അതിനുശേഷം കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകളാണ് ഈ സോളിഡ് ട്യൂമേഴ്സ് അഥവാ അർബുദമുഴകൾ. ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും കുട്ടികളിൽ കാണാം. പ്രധാനമായിട്ടും തലച്ചോറിനകത്ത് കാണാം, കണ്ണിനകത്ത് കാണാം, കഴുത്ത്, നെഞ്ചിൽക്കുടം, വയറിനകത്ത്, അതുപോലെ നമ്മുടെ മസിൽസിൽ, ബോൺസിലൊക്കെ ഇത്തരം മുഴകൾ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ ഇതിനുള്ള കാരണം പ്രധാനമായും കറക്റ്റ് എന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ജനിതകമായ ഘടനകളിൽ ഒരു പ്രധാന കാരണമായിട്ട് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഇത്തരം മുഴകളിൽ കൂടുതലായിട്ട് കാണുന്ന കുട്ടികളിലെ തലച്ചോറിനകത്തുള്ള മുഴകളാണ്. തലച്ചോറിന് പുറമെ കാണുന്ന മുഴകൾ സാധാരണ രീതിയിൽ അങ്ങനെ അപകടകാരികളാവാറില്ല. ഈ തലയോട്ടിക്ക് പുറമെ കാണുന്ന ഓസ്റ്റിയോമ അല്ലാന്നുണ്ടെങ്കിൽ സെബേഷ്യസ് സിസ്റ്റ് പോലുള്ള മുഴകൾ പൊതുവെ കുട്ടികൾക്ക് അങ്ങനെ അപകടകാരികളായിട്ട് മുഴകളായിട്ട് കാണാറില്ല. പക്ഷേ തലച്ചോറിനകത്ത് വരുന്ന മുഴകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട മുഴകളാണ്. ഇത് സാധാരണ രീതിയിൽ നമുക്ക് കണ്ടുവരുന്നത് ഏത് ഭാഗത്താണോ, തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണോ ഇത്തരം മുഴകളുള്ളത് ആ ഭാഗത്തെ പ്രതിനിധീകരിച്ചായിരിക്കും കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവുക. ചില കുട്ടികൾക്ക് അപസ്മാരമായിട്ട് വരാം. ഈ സ്പീച്ച് ഏരിയനകത്തൊക്കെയുള്ള ട്യൂമറുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ചില കുട്ടികൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു ഭാഗത്ത് വീക്ക്നെസ് ഉണ്ടാവാം. ചില കുട്ടികൾക്ക് കഠിനമായ തലവേദന, നിൽക്കാതെ ഛർദ്ദിക്കുക, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് കാണുന്ന തലവേദന, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളെല്ലാം. ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ചില കുട്ടികൾക്ക് കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ട്, രണ്ടായിട്ട് വിഷൻ കാണുക, കണ്ണ് തുറക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള വിവിധതരം ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് കുട്ടികൾ സാധാരണ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡോക്ടറെ നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് കാണിക്കേണ്ടതാണ്. ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാം ചെയ്തതിന് ശേഷം കുട്ടിക്ക് ഏതെങ്കിലും തലച്ചോറിനകത്ത് ബാധകമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നതാണ്. അത്തരം സ്കാനിങ് നിർബന്ധമായിട്ട് ചെയ്യാം. ആ സ്കാനിങ്ങിലൂടെ നമുക്ക് ഇത്തരം മുഴകളുടെ സൈസ് എത്രമാത്രമുണ്ട്, എത്രമാത്രം സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയിട്ട് അത് ഏത് തരം ക്യാൻസറാണ്, അത് അപകടകാരിയാണോ അപകടകാരി അല്ലാത്ത ക്യാൻസറാണോ തീരുമാനിച്ചതിന് ശേഷം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജിസ്റ്റ്, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യുകയാണ് സാധാരണ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത്.
പിന്നീട് മെയിനായിട്ട് കാണുന്നത് വയറിനകത്തുള്ള മുഴകളാണ്. പ്രത്യേകിച്ചിട്ട് ഈ ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ട്യൂമർ, അഡ്രിനൽ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ട്യൂമറുകളാണ്. അതുപോലെ തന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളാണ് സാധാരണ വിൽസ് ട്യൂമർ എന്ന് പറയുന്നത്. ഇത്തരം ട്യൂമറുകളുള്ള കുട്ടികൾ പൊതുവെ പ്രസൻറ്റ് ചെയ്യുന്നത് അബ്ഡോമൻ, അതായത് വയറ് വീർത്ത് വരിക, വയറിനകത്ത് തൊടുന്ന സമയത്ത് അസാധാരണമായ മാസ് എന്തെങ്കിലും ഉള്ളതുപോലെ നല്ല കട്ടിയുള്ള മാസ് പോലുള്ള സാധനങ്ങൾ നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുക. കുട്ടി മൂത്രം ഒഴിക്കുന്ന സമയങ്ങളിൽ മൂത്രത്തിനകത്ത് രക്തത്തിൻ്റെ അംശം കാണാം. കുട്ടിയുടെ വയറ് ഒരുപാട് വീർത്ത് വരികയാണെങ്കിൽ ചില കുട്ടികൾക്ക് ശ്വാസം എടുക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം, കുട്ടികൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവാം, കുട്ടികൾക്ക് തൂക്കക്കുറവ് ഉണ്ടാവാം, കുട്ടികൾ തീരെ ആക്റ്റീവ് അല്ലാതെ ക്ഷീണിതരായിട്ട് കാണപ്പെടാം. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് സമയങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്തുള്ള ഡോക്ടർ എന്തായാലും പോയിട്ട് കാണിക്കേണ്ടതാണ്. ഇത്തരം മുഴകൾ ഏത് തരത്തിലുള്ള മുഴകളാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് USG, CT സ്കാൻ, MRI സ്കാൻ, ബയോപ്സി തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമാണ്. ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൈസ് എത്രയൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലിനകത്തും സാധാരണ മസിൽസിനകത്തൊക്കെ നമുക്ക് ട്യൂമർ കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ആയിട്ട് എവിടെയെങ്കിലും വീഴയില്ല, മുറിവ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കാണുന്ന ഒരു മുഴ, അത് പതുക്കെ വളർന്ന് വരിക, അങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണിക്കേണ്ടതാണ്. അത് എക്സ്റേ എടുക്കുകയോ സ്കാനിങ് ഒക്കെ ചെയ്തത് വഴി ബോണിനകത്തുള്ള ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് കണ്ണിനകത്ത് ക്യാൻസർ വരും, അത് റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയും. കണ്ണിനകത്ത് വരുന്ന ഒരു തരം ട്യൂമറാണ് റെറ്റിനോബ്ലാസ്റ്റോമ. ഇത്തരം ട്യൂമറുള്ള കുട്ടികൾക്ക് സാധാരണ ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അവർക്ക് സാധാരണ ചിലപ്പോൾ തലവേദന ഉണ്ടാവാം, കണ്ണെപ്പോഴെപ്പോഴും ചുമന്ന് കാണാം. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ചുവന്ന ലൈറ്റാണ് സാധാരണ രീതിയിൽ കുട്ടികളുടെ എല്ലാവരുടെ കണ്ണുകൾ കാണുന്നുണ്ടാവും. പക്ഷേ ഇത്തരം അസുഖമുള്ള കുട്ടികളിൽ വെളുത്ത ഒരു റിഫ്ലക്സ് ഉണ്ട്, വെളുത്തൊരു ലൈറ്റാണ് നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ പറ്റുക. ഇതുവരെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കുട്ടിയിൽ പെട്ടെന്നൊരു കോങ്കണ്ണൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു ലക്ഷണമാവും. ഇത്തരത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ണിൻ്റെ ഡോക്ടറെ കാണേണ്ടതാണ്. അതിനുശേഷം അവർ നിർദ്ദേശിക്കുന്ന സ്കാനിങ്ങുകളൊക്കെ ചെയ്തതിന് ശേഷം അവർ അതിൻ്റെ വലുപ്പവും അത് എത്രമാത്രം സ്പ്രെഡായിട്ടുണ്ടെന്ന് അനുവദിച്ച് നോക്കിയതിന് ശേഷം അവർ അത് സർജറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫോട്ടോതെറാപ്പി, ക്രയോതെറാപ്പി, ലേസർ തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസുകളും ഇത്തരം അസുഖങ്ങൾക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കാര്യമായിട്ട് ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാരണങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഇത്രയുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ കണ്ടുപിടിക്കുകയും അവരെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ്. ഇത്തരം ലക്ഷണങ്ങളുള്ള കുട്ടികളെ, എവിടെയെങ്കിലും അസാധാരണമായ മുഴകളുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് വേദനയില്ലാത്ത മുഴകൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് പതുക്കെ വളർന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണേണ്ടതും ഇത് അപകടകാരികളായ മുഴയാണോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അപകടകാരികളല്ലാത്ത മുഴയാണോ എന്ന് കൺഫേം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇത്തരം അർബുദ മുഴകൾ സാധാരണ രീതിയിൽ നമുക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മുഴകളാണ് കൂടുതലായിട്ട് കാണുന്നവ. അതേസമയം ഈ മുഴകൾ ഒരുപാട് സ്പ്രെഡായി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് സർജറി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനും കൂടുതൽ നല്ല ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളിൽ കാണുന്ന എല്ലാതരം മുഴകൾക്കും ഡോക്ടറുടെ സേവനം നിർബന്ധമായും ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഞാൻ ഡോക്ടർ വിട്ടൽദാസ് ബൈ, ഓർത്തോപെഡിക് സർജൻ, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പാണ്. ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിനനുബന്ധിച്ചിട്ട് ഇന്ന് ഞാൻ അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസറിനെ പറ്റി പറയാൻ പോവുകയാണ്. തള്ളിക്കളയരുത്, നിസ്സാരമായിട്ട് എടുക്കരുത്, അവഗണിക്കരുത്. ഇതാണ് എൻ്റെ മെയിൻ സന്ദേശമാണ്. സാർക്കോമ എന്ന് അറിയപ്പെടുന്ന എല്ലുകൾക്ക് ബാധിക്കുന്ന ക്യാൻസറാണ്. നമ്മൾ അവഗണിക്കരുത്. ഏത് പ്രായത്തിലും ബാധിക്കുന്ന ഈ ക്യാൻസറിന് ആധുനിക ചികിത്സയോടും ജീവൻ രക്ഷിക്കാനും ബാധിച്ച അംഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊന്നാണ് ആവുന്നത്ര നേരത്തെ ഈ അസുഖങ്ങൾ കണ്ടുപിടിച്ചാൽ ചികിത്സ എടുത്താൽ സുഖപ്രാപ്തിയാവും. ഇതിനെ കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറയുന്നുണ്ട്. ഈ സന്ദേശവും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ ഡോക്ടർ അഗസ്റ്റിൻ ജോർജ്, തളിപ്പറമ്പ് ലൂർദ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. എല്ലുകളെ ബാധിക്കുന്ന ഓസ്റ്റിയോസാർക്കോമ എന്ന ക്യാൻസറിനെ പറ്റി സംസാരിക്കാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ ഏതൊരു ട്യൂമറിനെ എന്ന പോലെ തന്നെ ഈ എല്ലുകളെ ബാധിക്കുന്ന ട്യൂമറുകൾ രണ്ട് തരമുണ്ട്: ബെനൈൻ, മാലിഗ്നൻ്റ് എന്നത്. ബെനൈൻ എന്നുള്ളത് ഈ ചെറിയ പതുക്കെ വളരുന്ന ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാത്ത പോലത്തെ ട്യൂമറുകളാണ്. മാലിഗ്നൻ്റ് എന്നുള്ളത് പെട്ടെന്ന് അഗ്രസീവായിട്ട് വളരുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് മാലിഗ്നൻ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലുകളെ ബാധിക്കുന്ന ട്യൂമറാണ് ഓസ്റ്റിയോസാർക്കോമ. 15 തൊട്ട് 25 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കോമൺ ആയിട്ട് വരാവുന്നത്. രണ്ടാമതൊരു ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് 55 വയസ്സിന് ശേഷമുള്ള ഏജ് ഗ്രൂപ്പിലാണ് വരാവുന്നത്. ഇതിനകത്ത് ഈ ചെറുപ്പക്കാരിൽ വരുന്നതിനെ പ്രൈമറി എന്നും 55 വയസ്സിന് ശേഷം വരുന്നവരെ ഇതിനെ
സെക്കൻഡറി എന്നുമാണ് വിളിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് പെട്ടെന്ന് വളർന്നു വരുന്ന മുഴകൾ, നീരുകൾ, വീക്കങ്ങൾ, രാത്രി കൂടുന്ന തരത്തിലുള്ള വേദനകൾ, ചെറിയ നിസ്സാരമായ വീഴ്ചകളിലോ ചെറിയ പരിക്കുകളിലോ തന്നെ എല്ല് പൊട്ടാനുള്ള സാധ്യത, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് എത്ര കോമൺ ആണെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉള്ളത് അത്ര കോമൺ അല്ല എന്നുള്ളതാണ്. 1,00,000 ഒരാൾക്ക് ഏതെങ്കിലും ഒരു ബോൺ ട്യൂമർ വരാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതിൽ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ഈ ഓസ്റ്റിയോസാർക്കോമ പോലെയുള്ളത് 10,00,000 ഒരാൾക്കൊക്കെ വരാവുന്ന ഒരെണ്ണമാണ്. എന്ന് കരുതി അത് നിസ്സാരമായിട്ട് കാണാനോ അത് തള്ളിക്കളയാനോ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി അഡ്വാൻസ് സ്റ്റേജുകളിലാണെങ്കിൽ ചെറിയ എക്സ്റേകളിൽ തന്നെ ഇത് മനസ്സിലാകും. അതല്ല ഏറ്റവും തുടക്കത്തിലൊക്കെ ആണെങ്കിൽ CT സ്കാൻ, MRI ഇവയിലൊക്കെയും കണ്ടുപിടിക്കാമെന്നുള്ളതും ഒരു ബയോപ്സിയിലൂടെ ഇത് കൺഫേം ചെയ്യാം എന്നുള്ളതുമാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടക്കകാലങ്ങളിൽ കൈയോ ആ ഭാഗം മുറിച്ച് കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കാരണം അധികം ശസ്ത്രക്രിയകളിലൂടെ ആ കൈയോ കാലിനെയോ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ സാധ്യമാണ്. അതിൻ്റെ കൂടെ ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പോ കഴിഞ്ഞോ അതിൻ്റെ സൈസ് കുറയ്ക്കാനോ കൺട്രോൾ ചെയ്യാനോ ആയിട്ട് കീമോതെറാപ്പി, റേഡിയേഷൻ ഇവ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴകൾ കാണുന്ന അവസരങ്ങളിൽ അത് വിട്ടുപോകാതെ കറക്റ്റായിട്ട് ഒരു ഡോക്ടറിനെ ചെന്ന് കാണുക എന്നുള്ളതാണ്. പെട്ടെന്ന് വളരുന്നത് ചെറിയ വീഴ്ചകളിൽ തന്നെ സംഭവിക്കുന്ന ഇവയൊക്കെ ആണെങ്കിൽ അത് നമുക്കൊരു ഹിൻഡ് തരുമെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ജെറാഡ് സാവിയോ, ഓർത്തോപെഡിക് സർജൻ, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പ്. ബോൺ സാർക്കോമാസ് ഒരു ചെറിയ പരിചയം. എലുകളിൽ ഉണ്ടാക്കണ ഒരു അഗ്രസീവ് ട്യൂമറാണ് ബോൺ സാർക്കോമ. ഇത് സാധാരണയായി കുട്ടികളും പിന്നെ ചെറുപ്പക്കാരിൽ കാണാൻ പറ്റും. എലു കൂടാതെ വേദന, വീക്കം, ദുർബലത എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളും. ചിലപ്പോൾ ചെറിയ ഇഞ്ചുറി കഴിഞ്ഞ് ബോൺ പൊട്ടൻ സംഭവിക്കും. പിന്നെ പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് മെജർ. സോ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഹീൽസ് ബെസ്റ്റ് റിസൾട്ട്സ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ സച്ചിൻ എം.ആർ. ഞാൻ ENT ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. ഇവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏകദേശം 30% ക്യാൻസർ രോഗികളും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ രോഗബാധിതരാണ്. നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്താണ്? ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്ന് വെച്ചാൽ നമ്മളുടെ ശിരസിൻ്റെ അടിത്തട്ട് മുതൽ പിന്നെ ലങ്സിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ഏരിയയാണ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. ഈ ഏരിയയിലുള്ള ഏത് അവയവത്തിനും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതിലിപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ വായയിലാവാം, മൂക്കിലാവാം, ചെവിയിലാവാം, ചുണ്ടിനാവാം, കവിളിനാവാം, തൊണ്ടക്കാവാം, നമ്മളുടെ ഉമിനീർ ഗ്രന്ഥിക്കാവാം, തൈറോയ്ഡ് ഗ്രന്ഥിക്കാവാം. അങ്ങനെ എവിടെയും ക്യാൻസർ വരാം. അങ്ങനെ നമുക്കിപ്പോൾ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് അവയവത്തിനെ ബാധിക്കുന്നത് ആ അവയവത്തിൻ്റെ ഈ രോഗത്തിനനുസരിച്ച് നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ വായയിലും തൊണ്ടയിലുമാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ പകുതിയിലേറെയും നമ്മൾ കാണുന്നത് വായയിലും തൊണ്ടയിലുമാണ്. ഇപ്പോൾ വായയിൽ ഇപ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ആഴ്ചയിൽ കൂടുതലായി കാണുന്ന വ്രണങ്ങൾ, നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ആ വ്രണങ്ങൾ ഡിസപ്പിയർ ചെയ്യാതെ പോകുന്നു. അങ്ങനെയുള്ള വ്രണങ്ങൾ, പിന്നെ പല രീതിയിലുള്ള പാടുകൾ, നമ്മൾ വായലാവാം, കവിളിലാവാം, ചുണ്ടിനാവാം. പിന്നെ നമ്മൾ എൻഡോസ്കോപ്പികളിലൂടെ നോക്കിയാൽ നമ്മളുടെ സ്വനപേടകത്തിനാവാം. അങ്ങനെ പല രീതിയിലുള്ള പാടുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ശബ്ദ വ്യത്യാസം കാണാം, ചിലവർക്ക് ശ്വാസതടസ്സം വരാം, ചിലവർക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, പിന്നെ പലവർക്കും കഴുത്തിൽ മുഴ, പിന്നെ നെക്കിൽ നമ്മളുടെ കഴുത്തിന് ചുറ്റും മുഴ, അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് തന്നെ നമുക്ക് പ്രാരംഭദശയിൽ തന്നെ നമുക്ക് ഇത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇതിന് എന്താണ് കാരണം, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് എന്താണ് കാരണം? ഈ കാരണം നോക്കിയാൽ ഇപ്പോൾ മറ്റേത് ക്യാൻസറിനെയും പോലെ നമ്മളുടെ ഈ പുകയില ഉൽപ്പന്നങ്ങളാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് മുഖ്യമായ കാരണം. നമ്മളുടെ ഇന്ത്യയിൽ ഈ പുകയിലയുടെ
പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോമണായി കാണുന്ന സിഗരറ്റ്, ബീഡി, ഗുഡ്ക, പാൻ, പിന്നെ നമ്മൾ സാധാരണ മുറുക്കാൻ ചവക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ അല്ലെങ്കിൽ വായിലുള്ള ക്യാൻസറിനെ വളരെയധികം കാരണമായി ഭവിക്കാറുണ്ട്. പിന്നെ വളരെ അമിതമായ മദ്യപാനം, അതും ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ വളരെ അപൂർവമായി നോക്കിക്കഴിഞ്ഞാൽ HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, പിന്നെ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്നീ വൈറസുകൾ ഈ രോഗബാധക കാരണമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ രോഗനിർണയം എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പേഷ്യൻ്റ് തന്നെ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം പറയും. പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യേണ്ടത് നമുക്ക് തന്നെ പിന്നെ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഒരു വോയിസ് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ശബ്ദം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻഡോസ്കോപ്പി പരിശോധന നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗനിർണയം നടത്താൻ പറ്റും. രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തെ ചെറിയൊരു ഭാഗം ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ബയോപ്സിക്ക് അയക്കാം. പെട്ടെന്ന് തന്നെ രോഗനിർണയം നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. പിന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ എല്ലാം ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ടാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ കാണുന്നത്. പിന്നെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ, ഇപ്പോൾ 3ഉം 4ഉം സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷേ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർജറിയിലൂടെ തന്നെ ഈ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. പിന്നെ നമ്മളുടെ തൊണ്ടക്ക്, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്വനപേടത്തിന് വരുന്ന ക്യാൻസറുകൾ ചെറിയൊരു സർജറി കൊണ്ട് തന്നെ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു റേഡിയേഷൻ കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ വരുന്ന റേഡിയോതെറാപ്പി എല്ലാം ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുന്ന റേഡിയേഷനുകളാണ്. മറ്റ് ഒരു അവയവത്തിനും ഒരു ഡാമേജും വരുത്താതെ തന്നെ നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൽ യൂഷ്വലി നമ്മൾ കീമോതെറാപ്പി അധികമായി ഉപയോഗിക്കേണ്ടി വരാറില്ല. റേഡിയോതെറാപ്പി തന്നെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്ത് അസുഖം ഉണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ ഡോക്ടറെ സമീപിക്കുക, പെട്ടെന്ന് തന്നെ രോഗനിർണയം നടത്തുക, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ എല്ലാം നന്നായി വരും. താങ്ക് യു. ഞാൻ ഡോക്ടർ ഡാൻ കുര്യാക്കോസ്, കൺസൾട്ടൻറ്റ് ENT ആൻഡ് ഹെഡ് നെക്ക് സർജൻ, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന വിവിധമായ ക്യാൻസറുകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ആണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. അതിൽ പല കാരണങ്ങളാൽ, ജനിതകമായ കാരണങ്ങളാലും നമ്മുടെ ഇപ്പോഴത്തെ പല റേഡിയേഷൻ എക്സ്പോഷറുകളാലും ഭക്ഷണ രീതികളാലും ഒക്കെ പലതരം ക്യാൻസറുകൾ ഇപ്പോൾ വളരെയേറെ കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കഴുത്തിൽ നമ്മുടെ തൈറോയ്ഡുള്ള ഭാഗത്ത് വരുന്ന മുഴ, ശബ്ദത്തിൽ വരുന്ന മാറ്റം, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കുമ്പോഴുള്ള തടസ്സം, ഇതൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ തൈറോയ്ഡിനുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എല്ലാം ചെയ്ത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് അൾട്രാസോണോഗ്രഫി സ്കാനിങ് വഴി നമുക്ക് തൈറോയ്ഡിൻ്റെ മുഴയുടെ വലിപ്പവും അത് എത്രത്തോളം ഉണ്ടെന്നും അത് പ്രശ്നകരമായിട്ടുള്ളതാണോ എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പ്രശ്നകരമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്താൽ നിങ്ങളൊരു കുത്തിപ്പരിശോധന, അതായത് FNAC ടെസ്റ്റ് വഴി അത് ഏത് തരം ക്യാൻസറാണോ അതോ നോർമലായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. അതുവഴി നമ്മുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് മനസ്സിലാക്കുകയും ഓരോ ക്യാൻസറുകൾക്കനുസരിച്ച് അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. പിന്നെയുള്ളത് റേഡിയോ അയഡിൻ തെറാപ്പി വഴിയും സർജറി വഴിയും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഏത് ക്യാൻസറാണോ അതിനനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ക്യാൻസർ എന്ന് പറയുന്നത് പലതരമുണ്ട്. അത് ഹിസ്റ്റോപാത്തോളജി വഴിയും FNAC വഴിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടത് പാപ്പിലറി കാർസിനോമ, വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്. പിന്നെ ഉള്ളത് ഫോളിക്കുലാർ കാർസിനോമ, മെഡുലറി തൈറോയ്ഡ് കാർസിനോമ,
പിന്നെ കുറച്ച് അഗ്രസീവായിട്ടുള്ള അനാപ്ലാസ്റ്റിക് കാർസിനോമ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ റെഗുലറായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും വ്യായാമങ്ങളിലൂടെയും റേഡിയേഷൻ എക്സ്പോഷർ കുറച്ചുകൊണ്ടും നല്ലൊരു ജീവിതശൈലിയുടെ കൂടെ നമുക്ക് പലതരം തൈറോയ്ഡ് ക്യാൻസറുകളിൽ നിന്നും നമുക്ക് മുക്തി നേടാനുള്ള വഴികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി. ഞാൻ ഡോക്ടർ വിവേക്, തളിപ്പറമ്പ് ലൂർദ് ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ധനാണ്. ആയതിനാൽ ഇന്ന് ക്യാൻസർ ദിനത്തിൽ ശ്വാസകോശാർബുദത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്യാൻസർ മരണങ്ങളെക്കുറിച്ചുള്ള കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ശ്വാസകോശാർബുദമാണ്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ ശ്വാസകോശാർബുദത്തിന് കീഴടങ്ങി മരണപ്പെടുന്നുണ്ട്. ശ്വാസകോശാർബുദത്തെ പ്രധാനമായും സ്മോൾ സെൽ ലങ് ക്യാൻസർ, നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അർബുദ കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു വിഭജനം. ഇനി ശ്വാസകോശാർബുദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, നെഞ്ചുവേദന, കഫത്തിൽ രക്തം കാണപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അതോടൊപ്പം പനി, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയൽ, അതോടൊപ്പം കഴലുകളിലുണ്ടാകുന്ന വീക്കം എന്നിവയും സാധാരണയായി കാണാറുണ്ട്. ഇനി അപൂർവം ചില രോഗികൾ ഇത്തരം ലക്ഷണങ്ങളല്ലാതെ രക്തത്തിൽ അടിക്കടി ഉണ്ടാകുന്ന സോഡിയം കുറയുന്ന അവസ്ഥയായ ഹൈപ്പോനൈട്രീമിയ തുടങ്ങിയ ലക്ഷണങ്ങളുമായി OPയിൽ വരാറുണ്ട്. അതോടൊപ്പം തന്നെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, സന്ധികളിലുണ്ടാകുന്ന വീക്കം എന്നീ ലക്ഷണങ്ങളോടുകൂടിയും വരാറുണ്ട്. പ്രത്യേകിച്ച് സ്മോൾ സെൽ ടൈപ്പ് ക്യാൻസറിലാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണാറുള്ളത്. ഇതിന് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആയതിനാൽ രോഗനിർണയം പലപ്പോഴും വൈകി പോകാറുണ്ട്. ഇനി രോഗനിർണയത്തിലേക്ക് കടക്കാം. എക്സ്റേ, CT സ്കാൻ, PET സ്കാൻ എന്നിവ മിക്കവാറും എല്ലാ രോഗികൾക്കും അത്യാവശ്യമായി വരാറുണ്ട്. ഇനി ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ടിഷ്യൂ ബയോപ്സി അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ക്യാൻസർ ചികിത്സ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ടിഷ്യൂ ബയോപ്സി അത്യാവശ്യമാണ്. ട്രാൻസ്തൊറാസിക് നീഡിൽ, ഗൺ, ബ്രോങ്കോസ്കോപ്പി, EBUS തുടങ്ങിയ വഴിയാണ് പ്രധാനമായും നമ്മൾ ടിഷ്യൂ ബയോപ്സി ചെയ്യുന്നത്. ഇനി ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ക്യാൻസർ ചികിത്സ, അതായത് ശ്വാസകോശ ക്യാൻസർ ചികിത്സ ഇന്ന് വളരെയേറെ മുന്നേറിയിട്ടുണ്ട്. എങ്കിലും പ്രാഥമികമായി സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി എന്നിങ്ങനെ 3ആയിട്ടാണ് അർബുദ ചികിത്സയെ വിഭജിച്ചിരിക്കുന്നത്. താരതമ്യേന നൂതനമായ ടാർഗറ്റ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നീ മാർഗങ്ങൾ വഴി അനേക വർഷം സന്തുഷ്ട ജീവിതം നയിക്കുന്ന ഒരുപാട് രോഗികൾ ഇന്ന് നമുക്കുണ്ട്. പ്രധാനമായും നോൺ സ്മോൾ സെൽ ടൈപ്പ് ക്യാൻസറിൻ്റെ വകഭേദമായ അഡിനോകാർസിനോമയിലാണ് ഇത്തരം അതിജീവനം സാധ്യമാവുന്നത്. പിന്നെ ക്യാൻസർ അതിജീവനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ സ്റ്റേജാണ്. ആയതിനാൽ വളരെ നേരത്തെയുള്ള രോഗനിർണയം വളരെ പ്രധാനമാണ്. ഇനി ക്യാൻസർ പ്രതിരോധത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് പുകവലി ഉപേക്ഷിക്കുക എന്നതാണ്. അതോടൊപ്പം റാഡോൺ, ആസ്ബസ്റ്റോസ് എന്നീ വസ്തുക്കളുമായുള്ള സമ്പർക്കം, അതുപോലെ നിക്കൽ, കാഡ്മിയം എന്നീ ഘനലോഹങ്ങളുമായുള്ള സമ്പർക്കം, നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കൽ എന്നിവയും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ക്യാൻസർ അതിജീവന കഥകളും അതോടൊപ്പം പര്യവസായ ഒരുപാട് വാർത്തകളും നമുക്ക് കേൾക്കാനുണ്ടെങ്കിലും സ്മോൾ സെൽ ടൈപ്പ് ക്യാൻസറിൽ അതിദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സ്മോൾ സെൽ ടൈപ്പ് ക്യാൻസറിനെ അതിജീവിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമല്ല. എങ്കിലും അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് എല്ലാ ടൈപ്പ് ക്യാൻസറിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു സമയം വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ ഡോക്ടർ പ്രതീഷ് രാജേന്ദ്രൻ, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പിലെ ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗൈനക്കോളജിക്കൽ ക്യാൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 70,000-ൽ പരം ആളുകളിലാണ് ഈ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രതിവർഷം 20,000-ൽ പരം ആളുകൾ ഈ ക്യാൻസർ ബാധ മൂലം മരണപ്പെടുന്നുവെന്നും കണക്കാക്കിയിട്ടുണ്ട്. അതായത് കണക്കുകൾ കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. എന്നാലും ഈ ക്യാൻസർ വളരെ നേരത്തെ തന്നെ, വളരെ വേഗം, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ചികിത്സ നേരത്തെ കൊടുക്കുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിലുള്ള ക്യൂർ റേറ്റ് തരുന്ന ഒരു ക്യാൻസർ കൂടിയാണ് ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ അത് ഏത് പ്രായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മധ്യവയസ്ക പ്രായം, അതായത് 35 മുതൽ 44 വയസ്സ് വരെയുള്ള ഒരു സമയത്താണ് ഈ ക്യാൻസർ കൂടുതലായിട്ടും കണ്ടുപിടിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഒരു 65 മുതൽ 70 വയസ്സ് വരെയുള്ള ഒരു സമയത്തും ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ക്യാൻസറിനെയും പോലെ ഏർലി സ്റ്റേജസിൽ പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല.
ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് HPV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാൽ അത് ഒരു ക്യാൻസറായിട്ട് മാറാൻ വേണ്ടി അടുത്തൊരു 10-30 വർഷം ചിലപ്പം എടുത്തേക്കാം ആ വ്യക്തിക്ക്. അപ്പോൾ ഈ ഒരു കാലയളവിനിടയിൽ പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ കൊണ്ട് ചിലപ്പോൾ ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ബാക്കി ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പിന്നെ രക്തസ്രാവങ്ങളാണെങ്കിലും അസാധാരണമായിട്ടുള്ള രക്തസ്രാവങ്ങളുണ്ടെങ്കിലും വൈദ്യസഹായം സ്വീകരിക്കുക. പിന്നെ ആർത്തവിരാമം വന്നതിന് ശേഷം ചെറുതോ വലുതോ ആയിട്ടുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കണ്ട് കാരണം നോക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അതായിരിക്കും ആദ്യത്തെ ലക്ഷണമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്ക്രീനിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെസ്റ്റിനെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ആയിട്ട് ചെയ്യുന്നത്. ഗർഭാശയകള അല്ലെങ്കിൽ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ സ്രവം എടുത്ത് അത് മൈക്രോസ്കോപ്പിൽ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കോശങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു രീതിയാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് HPV വൈറസ് DNA ടെസ്റ്റിംഗ് കൂടി ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് അത്ര പ്രചാരത്തിലല്ല എന്നേ ഉള്ളൂ. എന്നാലും ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇനി ഇത് എപ്പോഴാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത്? 21 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാ 3 വർഷം കൂടുമ്പോൾ നമുക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ HPV വൈറസ് DNA ടെസ്റ്റും കൂടി ചെയ്യുവാണെങ്കിൽ ഈ 3 വർഷം എന്നുള്ളത് ഒരു 5 വർഷം കൂടുമ്പോൾ നമുക്ക് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നതിന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഇതൊരു പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. ആ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി മുതൽ തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നവരിൽ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാവുന്ന ഒരു കാര്യമാണ്. അപ്പം പോഷകാഹാരങ്ങൾ നന്നായിട്ട് നല്ല രീതിയിലുള്ള ആഹാരക്രമം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കി പോവുക. ആരോഗ്യപരമായ ഒരു ജീവിതശൈലി നമ്മൾ സ്വീകരിക്കുക. അത് തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെയുള്ളത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക പ്രാക്ടീസസ്, പിന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്ത് നിൽക്കുക. ഇതൊക്കെ ഒരു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിവെൻഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെയുള്ളതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. HPV വൈറസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ HPV വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധ എല്ലാ ആശുപത്രികളിലും ലഭ്യമായി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 9 വയസ്സ് മുതൽ 15 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികളിലാണ് ഈ ഒരു വാക്സിൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉള്ളൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ഒരു സെക്ഷലി ആക്റ്റീവ് ആകുന്ന ഒരു പ്രായത്തിന് മുന്നെയാണ് നമ്മൾ ഈ HPV വാക്സിൻ കൊടുക്കേണ്ടത്. അത് 9 വയസ്സ് മുതൽ 15 വയസ്സിനിടയിലാണെങ്കിൽ 2 ഡോസാണ് കൊടുക്കേണ്ടത്. 15 വയസ്സിന് ശേഷമാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നതെങ്കിൽ 3 ഡോസ് വാക്സിനെങ്കിലും കൊടുത്ത് നിർത്താം. പിന്നെ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം മറന്നുപോയി. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ 3 വർഷം കൂടുമ്പോഴും ചെയ്യേണ്ടതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പാപ്സ്മിയർ ടെസ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ വളരെ സിമ്പിളായിട്ടുള്ള വാക്സിനേഷൻ വെച്ച് പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു ക്യാൻസറാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. താങ്ക് യു. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീജിത്ത് പീഡിക്കൽ. നിങ്ങളോട് ബ്രെയിൻ ട്യൂമേഴ്സിനെ പറ്റി കുറച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ പേടിയുള്ള ഒരു അസുഖമാണ് ബ്രെയിൻ ട്യൂമർ. ഒരു ചെറിയ തലവേദന വരുമ്പോൾ തന്നെ ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് ഭയന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു രോഗം തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ തലവേദന, അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീപ്പിക്കുന്ന തലവേദന, പുതിയതായിട്ട് വരുന്ന പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ, പെട്ടെന്ന് ഫിറ്റ്സിന്റെ അസുഖമൊന്നും ഇല്ലാതിരുന്ന ഒരാൾക്ക് അഡൽട്ട് ലൈഫിൽ പെട്ടെന്ന് ഫിറ്റ്സ് പുതിയതായിട്ട് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മളെ ഈ രോഗത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിത് സംശയിക്കുന്ന സാഹചര്യങ്ങൾ. അപ്പൊ എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുക? കൃത്യമായിട്ട് നിർണ്ണയിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കാനിങ് കൂടിയേ തീരും. CT സ്കാനിനേക്കാളും MRI സ്കാൻ ആയിരിക്കും എപ്പോഴും രോഗനിർണ്ണയത്തിന് സഹായമായിട്ട് വരിക. പലപ്പോഴും ഇതിന് ശേഷം നമ്മളെ എക്സ്പെർട്ട് കൺസൾട്ടേഷൻസിനൊക്കെ ശേഷം പലപ്പോഴും ഒരു ബയോപ്സി പോലെയുള്ള ഒരു പ്രൊസീജിയറിലൂടെ ഇത് കൺഫേം ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെന്റിന് പലപ്പോഴും സർജറി വേണ്ടി വരാറുണ്ട്.
റേഡിയേഷൻ തെറാപ്പി വേണ്ടി വരാറുണ്ട്, കീമോതെറാപ്പി വേണ്ടി വരാറുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് പുതിയ ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ്, അതായത് ഓരോ ട്യൂമറിന്റെയും മോളിക്കുലർ സ്ട്രക്ചർ നോക്കി അതിനനുസരിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വിപ്ലവകരമായ രീതിയിൽ ഈ മേഖലയിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയക്കേണ്ട അസുഖമല്ല, പക്ഷെ വളരെ ഗൗരവത്തോടെ കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു രോഗമാണ്. എല്ലാ തലവേദനയും ട്യൂമർ അല്ല എന്ന് പ്രത്യേകമാക്കുക. ഇപ്പോൾ തലവേദനയുള്ള ആളുകളിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ട്യൂമർ കൊണ്ടുള്ള തലവേദനയാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു തലവേദന വരുമ്പോഴത്തേക്കും ട്യൂമർ. Hi all, I am Dr. Adib Zaman, Consultant General and Laparoscopic Surgeon, Lourdes Hospital. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന രോഗത്തെ പറ്റിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 2ാം സ്ഥാനവും ഇന്ത്യയിലും കേരളത്തിലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതുമായ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. കൂടുതലായും സ്ത്രീകളിലാണ് കാണപ്പെടുന്നതെങ്കിലും 1% പുരുഷന്മാരിലും കാണപ്പെടുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഏറ്റവും പ്രധാനമായി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നേരത്തെയുള്ള സ്റ്റേജുകളിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സയിലൂടെ സുഖപ്പെടുത്താവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇനി നമുക്ക് സ്തനാർബുദത്തിലെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. മാറിടങ്ങളിൽ കാണപ്പെടുന്ന മുഴ, തടിപ്പ്, കക്ഷത്തിലെ മുഴ, സ്തനത്തിൻ്റെ വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള വ്യത്യാസം, മുലക്കണ്ണിൽ നിന്ന് സ്രവം അല്ലെങ്കിൽ രക്തം കാണപ്പെടുക, മുലക്കണ്ണികൾ പിൻവലിയുക, സ്തനത്തിൻ്റെ തൊലിയിൽ ചുവപ്പ് കളർ വരിക അല്ലെങ്കിൽ ഓറഞ്ച് തൊലി പോലെ കാണപ്പെടുക, തൊലിയിൽ വ്രണങ്ങൾ കാണപ്പെടുക എന്നിവയെല്ലാമാണ് സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എല്ലാ സ്ത്രീകളും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് സ്വയം സ്തന പരിശോധന. 20 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസവും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ആർത്തവം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്. സ്വന്തം വീട്ടിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് 2 സ്തനത്തിലെയും ആകൃതിയിലോ വലിപ്പത്തിലോ നിറത്തിലോ വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കുക. തൊലിപ്പുറത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ മുലക്കണ്ണികൾ പിൻവലിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കയ്യിലെ 4 വിരലുകളുടെ അറ്റം ഉപയോഗിച്ചുകൊണ്ട് സ്തനങ്ങളിലും കക്ഷങ്ങളിലും പരിശോധിക്കുക. എന്തെങ്കിലും തടിപ്പോ മുഴയോ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കുക. രോഗനിർണയം നടത്താൻ വേണ്ടി 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങും 40 വയസ്സിന് ശേഷം മാമോഗ്രാം എന്ന സ്കാനിങ്ങുമാണ് ചെയ്യുക. ശേഷം FNAC, ബയോപ്സി എന്നീ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് രോഗം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർജറിയാണ്. ശേഷം കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നീ ചികിത്സകൾ ലഭ്യമാണ്. മുൻകാലങ്ങളിൽ ബ്രസ്റ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർജറിയിൽ പല മാറ്റങ്ങളും വന്നു. നേരത്തെയുള്ള സ്റ്റേജുകളിൽ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്താൽ മാത്രം മതിയാകും. അവസാനമായി എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ക്യാൻസർ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ്. അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്തി ചികിത്സയെടുത്താൽ പൂർണ്ണമായി മാറിക്കൊണ്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. താങ്ക് യു. ഞാൻ ഡോക്ടർ ബിജോയ് ആൻ്റണി, കണ്ണൂരിൽ നെഫ്രോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. നമ്മളുടെ വൃക്കകളിലും മൂത്രനാളിയുമായി ബന്ധപ്പെട്ട് വിവിധ തരം ക്യാൻസറുകൾ നമ്മളിന്ന് കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് വരുന്ന ക്യാൻസർ, അതായത് റീനൽ സെൽ കാർസിനോമ, പിന്നെ മൂത്രസഞ്ചിക്ക് വരുന്ന, അതായത് ബ്ലാഡർ ക്യാൻസർ, മൂന്നാമത് പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ, പിന്നെ ചുരുക്കമായിട്ട് വൃഷണങ്ങൾക്കും ലിംഗത്തിനും പെനിസിനും അഡ്രിനൽ ഗ്ലാൻഡിനും വരുന്ന ക്യാൻസറുകളെ ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഏത് തരം ക്യാൻസർ പോലെയും നമ്മൾ രോഗം സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇങ്ങനെയുള്ള ക്യാൻസറുകൾ സമയത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ, സർജറി അല്ലെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായവ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സുഖപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഈ രോഗം ശരീരത്തിൽ മൊത്തമായിട്ട് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് ഈ രോഗങ്ങൾ സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ക്യാൻസറുകൾ പ്രത്യേകിച്ചും സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നമുക്ക് ആദ്യമായി കിഡ്നികളെ ബാധിക്കുന്ന ക്യാൻസറുകളെ കുറിച്ച് ചിന്തിക്കാം. അതായത് റീനൽ സെൽ കാർസിനോമ എന്ന് പറയുന്ന കിഡ്നിക്ക് വരുന്ന ക്യാൻസർ. കിഡ്നിക്ക് വരുന്ന ക്യാൻസർ പൊതുവെ രോഗികൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് അവരുടെ ലക്ഷണങ്ങൾ വയറുവേദന, മൂത്രത്തിൽ രക്തം കാണുക, പിന്നെ ചിലർക്ക് വയറ്റിൽ മുഴയായിട്ടും കാണാറുണ്ട്. പക്ഷേ അത് കുറേ ചുരുക്കമാണ്. പിന്നെ ചിലർക്കൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കാൻ ചെയ്യുമ്പം അതിനകത്ത് ഇങ്ങനെ കിഡ്നിയുടെ ക്യാൻസറും നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത് തന്നെ. അന്നേരം ഏതെങ്കിലും ഒരു രോഗിക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മൂത്രത്തിൽ രക്തം കാണുക, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ വയറ്റിൽ മുഴ പോലെ കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കാണിക്കണം. അതിനുശേഷം കഴിയുന്നതും ഒരു വൃക്കകളുടെ അല്ലെങ്കിൽ വയറിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സ്കാനിങ് ചെയ്യാം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മതി. അത് ചെയ്ത് നോക്കണം. പിന്നെ രണ്ടാമത്തേത് ബ്ലാഡറിൻ്റെ, അതായത് മൂത്രസഞ്ചിയുടെ ക്യാൻസറുകളാണ്. അതും ഇതേമാതിരി തന്നെ മൂത്രത്തിൽ രക്തമായിട്ടാണ് പൊതുവേ നമ്മൾ കാണുന്നത്. വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് മൂത്രത്തിന് തടസ്സം പോലെയൊക്കെ വരാം. എന്നാൽ പോലും കൂടുതലും മൂത്രത്തിനകത്ത് രക്തനിറമായിട്ട് തന്നെയാണ് കാണുന്നത്. വലിയ വേദനയൊന്നും കാണുകയില്ല. ആ മൂത്രത്തിനകത്ത് ബ്ലഡ് ക്ലോട്ട്സ് ആയിട്ട് കാണും, കട്ടയായിട്ട് രക്തമൊക്കെ വരാം. പക്ഷെ നമ്മൾ എപ്പോഴും ആ സ്റ്റേജ് വരെ വരുന്നത് വരെ നോക്കിയിരിക്കാനൊന്നും പാടില്ല. മൂത്രത്തിന് രക്തനിറം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിച്ച് അതിന് വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് നോക്കണം. പിന്നെയുള്ളത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ. പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത്, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണ്. അത് നമ്മുടെ മൂത്രസഞ്ചിയുടെ താഴെയായിട്ടായിരിക്കുന്നത്. അത് വളർന്നു കഴിയുമ്പോൾ അത് മൂത്രത്തിനെ തടസ്സം വരുത്തും. അതുകൊണ്ട് രോഗികൾക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മൂത്ര തടസ്സം, പിന്നെ മൂത്രം ഒഴിക്കാൻ പോയി നിന്ന് വരാനുള്ള താമസം, പിന്നെ ഒഴിക്കുമ്പോൾ തന്നെ കൂടുതൽ സമയം എടുക്കുക. അത് തടസ്സമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മളതിന് വേണ്ടി ടെസ്റ്റുകൾ ചെയ്യണം. പ്രത്യേകിച്ചും അൾട്രാസൗണ്ട് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റിന് ഇങ്ങനെ തടസ്സമുണ്ടോ, അത് വളർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ച് അതിന് ബാക്കി വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ ക്യാൻസർ ഒന്നും അല്ലാന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അത്ര സാധാരണമല്ലെങ്കിലും വേറെ ഒരു അവയവത്തിനുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൃഷ്ണങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസർ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ. അത് സാധാരണ കുറേ കൂടെ യങ്ങായിട്ടുള്ള ആളുകൾക്കാണ് ഉണ്ടാകുന്നത്, ഒരു 35 വയസ്സിനൊക്കെ താഴെ പ്രായമുള്ളവർക്ക്. അത് സാധാരണ നമ്മുടെ വൃഷ്ണത്തിന് മുഴയായിട്ട എന്ന് പറഞ്ഞാൽ 2 വൃഷ്ണങ്ങൾ തമ്മിൽ സൈസിന് വ്യത്യാസം കാണും. അങ്ങനെയായിരിക്കും പൊതുവെ കാണുക. അന്നേരം ചിലതൊക്കെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഹൈഡ്രോസിൽ എന്ന് പറയുന്നത്, അതായിട്ട് വേണേലും അത് ചില നേരത്ത് പ്രസൻറ്റ് ചെയ്യാം. അന്നേരം വൃഷ്ണങ്ങൾ തമ്മിൽ സൈസിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ച് അത് ക്യാൻസർ ഒന്നും അല്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ ലിംഗത്തിനും ക്യാൻസറുകൾ ബാധിക്കാം. അത് എപ്പോഴും ഒരു മുഴയായിട്ട് തന്നെ വന്നാലേ ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചിലത് വ്രണമായിട്ടും വരാം, വ്രണമായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അത് അതിൻ്റെ ഏർലി സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് ഈ ലിംഗത്തിലൊക്കെ വ്രണങ്ങൾ കാണുവാണെങ്കിൽ അപ്പം തന്നെ കൊണ്ട് ഡോക്ടറിനെ കാണിച്ച് അതിന് വേണ്ടിയ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ക്യാൻസർ ഒന്നും അല്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അവസാനമായിട്ട് അഡ്രിനൽ ഗ്ലാൻഡിനുണ്ടാകുന്ന ക്യാൻസറുകളെ നമ്മൾ ഈ ജെനിറ്റോ യൂറിനറി ക്യാൻസറിൻ്റെ കൂടെയാണ് വരുത്തുന്നത്. അത് ഈ അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അതിന് ക്യാൻസറുകൾ വരാം. പക്ഷേ അത് പൊതുവെ നമ്മൾ പല ലക്ഷണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ ചുരുക്കമായിട്ട് അത് നമ്മൾ മനസ്സിലാകുന്ന ലക്ഷണങ്ങൾ കൂടുതൽ കാണുന്നത്. കൂടുതലെണ്ണം നമ്മൾ അറിയുന്നത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് അത് കണ്ടിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ക്യാൻസറുകൾ, അതായത് കിഡ്നിക്കുണ്ടാകുന്ന ക്യാൻസർ, ബ്ലാഡറിന് മൂത്രസഞ്ചിക്കുണ്ടാകുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന ക്യാൻസർ, വൃഷ്ണങ്ങൾക്കുണ്ടാകുന്ന ക്യാൻസർ, പിന്നെ ലിംഗത്തിനുണ്ടാകുന്ന ക്യാൻസർ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ ബോധവാന്മാരായി അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ ഡോക്ടർ ജാഫർ ബഷീർ, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പ. നമ്മുടെ ലൂർദ് ഹോസ്പിറ്റൽ ഫാമിലിയിലെ പ്രഗത്ഭ ഡോക്ടർമാരുടെ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വേൾഡ് ക്യാൻസർ ഡേ വർഷങ്ങളായിട്ട് ആചരിക്കുന്നത് ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും
അതേപോലെ തന്നെ ക്യാൻസർ ഗവേഷണത്തിന് ഉള്ള പ്രചോദനമാവാനും അതേപോലെ തന്നെ ക്യാൻസർ പ്രതിരോധ അതുപോലെ ചികിത്സ അതുപോലെ അതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരുകൾക്ക് ഒരു ഗൈഡൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ക്യാൻസർ ദിനം ആചരിക്കുന്നത്. ഇത്തവണത്തെ ക്യാൻസർ ദിന സന്ദേശം യുണീക്ക് ബൈ യുണൈറ്റഡ് എന്നാണ്. യുണീക്ക് ബൈ യുണൈറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ക്യാൻസർ രോഗിയും ഒരു രോഗി എന്നതിനേക്കാൾ മജ്ജയും മാംസവും വിചാരവും വികാരവുമുള്ള മനുഷ്യനായി കാണുക, ഒരു വ്യക്തി എന്ന നിലക്ക് കാണുകയും അങ്ങനെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ടൈലേർഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഈ ഒരു യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന ഈ 2005 മുതൽ 2007 വരെയുള്ള ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ നമ്മുടെ മറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ശ്രമിക്കേണ്ടത് ഈ ക്യാൻസർ രോഗികൾക്ക് അവരുടെ കെയർ ഗിവേഴ്സ് അതേപോലെ തന്നെ ക്യാൻസർ വന്ന് അതിൽ നിന്ന് മോചിതമായവർക്ക് ഒരു വ്യക്തിത്വവും അവർക്കൊരു അന്തസ്സോടു കൂടിയുള്ള ജീവിതം കൊടുക്കുക എന്നതാണ്. നമുക്ക് അന്തരീക്ഷ മലിനീകരണമില്ലാതെ അതുപോലെ തന്നെ ക്യാൻസർ ജന്യ വസ്തുക്കൾ മാലിന്യങ്ങളില്ലാത്ത ഭക്ഷണവും വായുവും അന്തരീക്ഷവുമുള്ള ഒരു ലോകത്തിനായി പ്രവർത്തിക്കാം. അതിനായി നമുക്ക് ഒത്തുചേർന്ന് മുന്നോട്ട് പോകാം. താങ്ക് യു.